ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് +1 മോഡൽ എക്സാം മാത്സ് എക്സാം ആയിരുന്നു. എങ്ങനെയുണ്ടെന്ന് പറയണം. പിന്നെ അത് ഭയങ്കര ടഫായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ എനിക്കിത് അതിൻ്റെ ആദ്യത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇല്ലേ, ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ ഈ 4 എണ്ണം എഴുതണമെന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവം ഇല്ലേ, അതായത് കുറച്ച് ഇതായിട്ട് എല്ലാ സബ്ജക്റ്റിലും ഏകദേശം മാർക്ക് വാങ്ങാൻ പറ്റിയ ആ ഒരു 4 മാർക്കിൻ്റെ അത് എനിക്ക് ഭയങ്കര ടഫായിട്ട് തോന്നി. അത് എനിക്ക് ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ ആയി. അപ്പം ഞാൻ വിചാരിച്ചു ഏകദേശം അരമണിക്കൂറൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പം ഞാൻ ടൈം പോയെന്നും പറഞ്ഞ് പിന്നെ എനിക്ക് എന്തൊക്കെ ചെയ്യണമെന്ന് അറിഞ്ഞൂടാ, അത് എന്തൊക്കെയോ ചെയ്ത് വെച്ച്. അത് സത്യം പറഞ്ഞാൽ കറക്റ്റ് അല്ല. കാര്യം എനിക്ക് ടൈം പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ എന്തായാലും എഴുതി വെച്ചാണ്. ഈ ക്വസ്റ്റ്യൻസ് ഇത് മനസ്സിലായില്ല. ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. ഇതിൻ്റെ മാത്രമല്ല, അങ്ങോട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എനിക്ക് മനസ്സിലായില്ല. ഞാൻ ലിമിറ്റൊന്നും പഠിക്കാതെ പോയി ലിമിറ്റിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. അതെൻ്റെ കുറ്റമാണ്. പിന്നെ ലിമിറ്റ് പഠിക്കാതെ പോയത്. പക്ഷേ എനിക്ക് സമയം കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ലിമിറ്റ്സ് ഒന്ന് നോക്കാൻ പോയത്. ലിമിറ്റ്സ് പഠിക്കണമെങ്കിൽ മെയിനായിട്ട് ട്രിഗ്നോമെട്രി പഠിക്കണം. അപ്പോൾ ഞാൻ ട്രിഗ്നോമെട്രി പഠിച്ചിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് അത് നോക്കാതെ പോയത്. പിന്നെ ഞാൻ നല്ലോണം പഠിച്ചിട്ട് പോയ ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് 3D, പിന്നെ ഈസി ആയിട്ട് മാർക്ക് വാങ്ങാൻ പറ്റാത്ത സംഭവങ്ങളൊക്കെ. 3D പഠിച്ചിട്ട് പോയി, സ്ട്രെയിറ്റ് ലൈൻ പഠിച്ചിട്ട് പോയി, കോണിക് പഠിച്ചിട്ട് പോയി, പിന്നെ ഏതൊക്കെയോ പഠിച്ചിട്ട് പോയി, സെറ്റ്, റിലേഷൻ പഠിച്ചില്ല. പിന്നെ വന്നിട്ട് സീക്വൻസ് ആൻഡ് സീരീസ്, അങ്ങനത്തെ ചാപ്റ്റേഴ്സ് എല്ലാം ഞാൻ പഠിച്ചു. ഇത് ലിമിറ്റും ട്രിഗ്നോമെട്രിയും ആണ് ഞാൻ ഒന്നും നോക്കാതെ പോയത്. ബാക്കിയൊക്കെ ഏകദേശമൊക്കെ ഒന്ന് നോക്കിയിട്ടൊക്കെയാണ് പോയ. എല്ലാത്തിൻ്റെയും ഇക്വേഷൻസും എല്ലാം എനിക്ക് കാണാതെ അറിയായിരുന്നു. പക്ഷേ എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലാവാതെ ആ ഒരു ഇക്വേഷൻസ് എങ്ങനെ ചെയ്യണമെന്നുള്ള ആ ഒരു ഇത്, അതായത് പഠിച്ചത് പോലും മറന്നു പോകുന്ന ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഫസ്റ്റത്തെ എല്ലാം. അത് ഞാൻ നല്ല ടെൻഷൻ അടിച്ചു പോയി. അപ്പോൾ തന്നെ എനിക്കുള്ള കോൺഫിഡൻസ് മൊത്തം പോയി ആ ഒരു ഫസ്റ്റത്തെ ആ ഒരു ഇത് കണ്ടിട്ട്. പിന്നെ എനിക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് എനിക്ക് നല്ല പഠിച്ചിട്ട് പോയതാണ്. പക്ഷെ അതിലെനിക്ക് പോയിൻ്റൊക്കെ കിട്ടി. പക്ഷെ എനിക്ക് പോയിൻ്റൊന്നും ഞാൻ ഇതുവരെ ചെയ്തതിലൊന്നും എനിക്ക് പോയിൻ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ എനിക്ക് പോയിൻ്റ് കിട്ടിയപ്പോൾ എനിക്ക് തോന്നണത് ഞാൻ ചെയ്തത് തെറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് അതിൻ്റെ മറ്റേ മീനൊക്കെ കണ്ടുപിടിക്കുമ്പോൾ ഈ മൈനസ് ചെയ്യണ്ടേ, അതൊക്കെ കണ്ടുപിടിക്കുമ്പോൾ തന്നെ എനിക്ക് പോയിൻ്റൊക്കെ കിട്ടി. ഭയങ്കര വലിയ പോയിൻ്റൊക്കെ കിട്ടി, നമ്പേഴ്സ് ഭയങ്കര വലുതായിട്ടൊക്കെ കിട്ടി. അപ്പോൾ എനിക്ക് മനസ്സിലായത് തെറ്റാണെന്ന് മനസ്സിലായി. പിന്നെ ഈ 20ാമത്തെ ക്വസ്റ്റ്യൻ എന്തുവാണ് ഞാൻ നേരോണം തന്നെ എഴുതിയത്. ഞാൻ പറഞ്ഞില്ലേ സീക്വൻസ് ആൻഡ് സീരീസിൽ നിന്ന് 20ാമത്തെ ക്വസ്റ്റ്യനാണ് ഞാൻ നേരോണം എഴുതിയെന്ന് എനിക്ക് പറയാൻ പറ്റുന്നത്. അതിൽ തന്നെ ബി പാർട്ടാണ് ഞാൻ നേരോണം എഴുതിയത്. അതിനെത്ര 2 മാർക്ക്. അപ്പോൾ അത് മാത്രമേ ഞാൻ ഏകദേശം നല്ലോണമൊക്കെ എഴുതിയിട്ടുള്ളൂ, ആ ഒരു ബി പാർട്ട് മാത്രം. അതാണ് എനിക്ക് ഉറപ്പുള്ളത് ശരിയാണെന്ന്. ബാക്കിയൊക്കെ എനിക്ക് ഭയങ്കര ടഫായിട്ട് തോന്നി. ഞാൻ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷെ എനിക്കത് ശരിയാവുമെന്നുള്ളൊരു പ്രതീക്ഷയില്ല. ഞാൻ പറഞ്ഞില്ലേ ഇത് പഠിക്കാതെ പോയെന്ന്. ഇതിൻ്റെ തന്നെ ഞാൻ ഏതോ ഒരു ഓപ്ഷനാണ് കൊടുത്തത്, കറക്കി കുത്തിയൊക്കെയാണ് കൊടുത്തത്. അതെനിക്ക് അവസാനമായപ്പോൾ സമയം കിട്ടിയില്ല. ഞാൻ പറഞ്ഞില്ലേ ആദ്യത്തെ ഒരു അരമണിക്കൂർ അതിൽ നോക്കിക്കൊണ്ടിരുന്ന് പിന്നെ ബാക്കിയൊക്കെ വായിച്ച് വന്ന് മനസ്സിലാക്കി വന്നപ്പോഴേ സമയമായി. അതുകൊണ്ട് എനിക്ക് ഒട്ടും കാൽക്കുലേറ്റ് അങ്ങനെയൊന്നും ടൈം മാനേജ്മെൻറ്റ് ചെയ്യാൻ ഒട്ടും പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ അവസാനമായപ്പോൾ എന്തൊക്കെയോ ചെയ്തു വെച്ച്, പെട്ടെന്ന് ചെയ്തു വെച്ച്. അതാണ് ഞാൻ പറഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്സിൽ തെറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ നല്ലൊരു പാടായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു. എനിക്ക് തോന്നുന്നത് ഞാൻ പറഞ്ഞില്ലേ ക്രിസ്മസ് എക്സാമിന് എനിക്ക് 24 അത്ര അങ്ങാണ്ടാണ്, എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അത്ര പോലും കിട്ടുമെന്ന് എനിക്ക് തോന്നണില്ല. കാര്യം എനിക്ക് നല്ല ടഫായിട്ടാണ് തോന്നിയത്. ഈ പബ്ലിക് എക്സാം എങ്ങനെ എഴുതുമെന്ന്, ഇത്രയും ടഫായിട്ട് ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ എഴുതുമെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ പബ്ലിക് എക്സാം കുറച്ചെങ്കിലും എളുപ്പമായിട്ട് വന്നാൽ മതിയായിരുന്നു. കാര്യം മാക്സിമം പഠിക്കുന്നതൊക്കെ മാക്സിമം ഉണ്ട്. ഇനി മോഡൽ എക്സാം കഴിഞ്ഞിട്ടായാലും പബ്ലിക് എക്സാമിന് ടൈമുണ്ട് പഠിക്കാൻ. ട്രിഗ്നോമെട്രി, ലിമിറ്റ്സൊക്കെ ഒരു കോൺസെപ്റ്റ് കിട്ടിയാൽ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ചാപ്റ്ററാണ്. അതൊക്കെ പഠിച്ചെടുക്കാനൊക്കെ പറ്റും. പക്ഷേ ഇത്തിരി മയത്തിലൊക്കെ ക്വസ്റ്റ്യൻ വേണം, എങ്കിലല്ലേ എഴുതാൻ പറ്റുള്ളൂ. ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ റിവ്യൂ എന്ന് പറയുന്നത്. എനിക്ക് നല്ല ടഫായിട്ടാണ് ഈ എക്സാം തോന്നിയത്. അപ്പോൾ എനിക്ക് ഇന്നലത്തെ കെമിസ്ട്രി ആയാലും ആദ്യത്തെ കുറച്ചൊക്കെ എളുപ്പമായിട്ട് തോന്നി. പിന്നെ അങ്ങോട്ട് എനിക്ക് ഒന്നും കത്തിയില്ല.
പിന്നെ ഇംഗ്ലീഷ് ഞാൻ പറഞ്ഞില്ലായിരുന്നല്ലോ. ഇംഗ്ലീഷ് കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ എനിക്ക് ഇവിടെ പോയി. അതിന് ഞാൻ കിട്ടിയില്ല പെട്ടെന്ന് എഴുതാനായിട്ട്. സമയം ഒട്ടും കിട്ടിയിട്ടില്ലായിരുന്നു. അവസാനത്തെ 8 മാർക്കിൻ്റെ ഒന്നും അധികം ഞാൻ എഴുതാൻ പറ്റിയില്ല ഇംഗ്ലീഷ്. സോ ഗൈസ്, ഇതാണ് എൻ്റെ മാത്സിൻ്റെ റിവ്യൂ എന്ന് പറയുന്നത്. ഭയങ്കര ടഫായിട്ടാണ് എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തോന്നിയത്. ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് സമയം പോയി എനിക്ക്. മാത്സിൻ്റെ ഇതുവരെ എനിക്ക് സമയം കിട്ടാതെ ഒന്നും ആയിട്ടില്ല, പക്ഷേ ഇതിന് എനിക്ക് സമയം കിട്ടാതെ ആയിട്ടുണ്ടായിരുന്നു. ഇത് കെമിസ്ട്രി അല്ല, ക്രിസ്മസ് എക്സാമിനാണ് ഞാൻ പെട്ടെന്ന് എഴുതി തീർന്ന് സമയം കിട്ടി. പക്ഷേ ഇതിന് സമയമൊന്നും കിട്ടിയില്ല, ഞാൻ ആദ്യത്തെ ഒരെണ്ണം വെച്ചുകൊണ്ടിരുന്നിട്ട്. സോ ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത നാളെ ഫിസിക്സാണ്, അപ്പോൾ ഞാൻ ഫിസിക്സ് പഠിക്കാൻ പോകുന്നതാണ്. ഞാൻ പെട്ടെന്ന് റിവ്യൂ എടുത്തതിൻ്റെ കാര്യം. സോ ബൈ ഗൈസ്.